കാണാതായ ഒരു വിദ്യാർത്ഥിയെ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയായിരുന്നു. പക്ഷേ അതിദാരുണമായ വിവരങ്ങളാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അഭിരാജിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെയും വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, രാവിലെ തിരച്ചിൽ ആരംഭിക്കുമ്പോൾ തന്നെ ദുഃഖകരമായ വാർത്തയാണ്, ഒരു കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ആതിര, വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. തിരച്ചിൽ ആരംഭിക്കുകയും ഉടൻ തന്നെ ഈ അഭിരാജിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ കനാലിൽ നിന്ന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ സ്ക്യൂബ ടീമാണ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് കാണാതായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്നലെ രാത്രി തന്നെ മരണം സംഭവിച്ചതായിരിക്കാം. അക്കാര്യങ്ങളൊക്കെ പോലീസും അല്ലെങ്കിൽ ഡോക്ടർമാരാണ് ഇനിയും അതിന് കൂടുതൽ വിശദീകരണം നൽകേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ. ഇതിനാൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അഭിരാജിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മറ്റ് കൂടെ ഉണ്ടായിരുന്ന സഹപാഠിയായ ആളുടെ കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും മുമ്പോട്ട് പോവുകയാണ്. പരമാവധി സാധ്യമായ എല്ലാ മാർഗത്തിലൂടെയും തിരച്ചിൽ നടത്താൻ തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആതിര. സുജു, കാവ്യയാണ്. ഇപ്പോൾ 2 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരാൾ അഭിരാജ്. ഇനി കണ്ടെത്താനുള്ള വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? പേരെന്താണ് ആ കുട്ടിയുടെ? കാവ്യ, ഇന്നലെ വൈകിട്ട് 2 വിദ്യാർത്ഥികളാണ് 5 മണിയോടെ ഈ കനാൽ ഒഴുക്കിപ്പെടുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളിലാണ് പോലീസ് ഏകദേശം സമയം കണ്ടെത്തുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്ന വിദ്യാർത്ഥികളെ വൈകിട്ടായിട്ടും വീട്ടിലെത്താത്ത സാഹചര്യത്തിലാണ് ഇലവൻതെട്ടിലുള്ള വീട്ടിലെ വിദ്യാർത്ഥിയുടെ അമ്മ ഇക്കാര്യത്തിൽ ഇലവൻതെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. തുടർന്ന് ഈ അനന്തുവിന്റെയും അതുപോലെ തന്നെ അഭിരാജിന്റെയും വീട്ടുകാർ പരസ്പരം ബന്ധപ്പെടുമ്പോൾ 2 വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയിട്ടില്ലെന്നും സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായി ബന്ധപ്പെട്ട പരിശീലനത്തിന് ശേഷം വിദ്യാർത്ഥികൾ അവിടുന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചുള്ള വിവരം ലഭിക്കുമായിരുന്നു. പിന്നീടാണ് ഈ വ്യാപകമായി തിരിച്ചു നടത്തുമ്പോൾ ഈ കനാലിന്റെ സമീപത്തു നിന്ന് 2 വിദ്യാർത്ഥികളെ വസ്ത്രങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് CCTV ദൃശ്യങ്ങളിൽ വിദ്യാർത്ഥികൾ കനാലിലേക്ക് എടുത്തു ചാടുന്ന ദൃശ്യങ്ങളുമുണ്ട്. അത് കുളിക്കാൻ ഇറങ്ങിയതാണോ അതല്ല മറ്റേതെങ്കിലും കാര്യത്തിന് ഈ വിദ്യാർത്ഥികൾ എഴുതുകയാണെന്നുള്ള കാര്യത്തിലേക്ക് ഇപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ ഇപ്പൊ സ്ഥിരീകരിച്ച് പറയാൻ സാധ്യമല്ല. പക്ഷെ ദൃശ്യങ്ങളിൽ കാണുന്ന 3 വിദ്യാർത്ഥികൾ ഈ സംഭവ സ്ഥലത്തുണ്ട്. അതിൽ 3 പേരും കനാലിലേക്ക് ഉണ്ട്. അതിൽ 2 വിദ്യാർത്ഥികൾ കനാലിൽ ഇറങ്ങിയ ശേഷം തലയിൽ കൈ വെച്ചുകൊണ്ട് അപായ സൂചന എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിൻ്റെ ഒരാൾ അപായത്തിൽപ്പെട്ടുകൊണ്ടായിരിക്കും അത്തരം ഒരു ആംഗ്യം ആ വിദ്യാർത്ഥി കാട്ടുന്നത്. അതിനുശേഷമാണ് 2 പേർ കനാലിലേക്ക് പോകുന്നു. അതിൽ പിന്നീട് 3 പേര് കനാലിൽ ഇറങ്ങുന്ന കാണാം. ഒരു വിദ്യാർത്ഥി അതിൽ രക്ഷപ്പെട്ടു പോകുന്നിട്ടുണ്ട്. ഏത് വിദ്യാർത്ഥിയാണെന്നുള്ള തരത്തിൽ വിവരം ലഭ്യമല്ല. പോലീസിനെയും ഫയർഫോഴ്സിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ അതിനെക്കാട്ടും പ്രധാനപ്പെട്ടത് ഈ വെള്ളത്തിനകപ്പെട്ട അല്ലെങ്കിൽ കനാലിലകപ്പെട്ട ആളെ കണ്ടെത്തുക എന്നതായിരുന്നു കവിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനാൽ തന്നെ കനാൽ കേന്ദ്രീകരിച്ച് ഇന്നലെ രാത്രി 12 മണി വരെ 3 കിലോമീറ്ററോളം വെള്ളത്തിന്റെ അളവ് കുറച്ച് പരിശോധന നടത്തി. രാവിലെ മന്ത്രി വീണ ജോർജും വിളിക്കുകയും പരമാവധി അളവ് കുറയ്ക്കണം വെള്ളത്തിന്റെ എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇക്കാര്യത്തിൽ അത്തരം അളവ് കുറച്ചു എന്ന ഉറപ്പും മന്ത്രിക്ക് നൽകിയിരുന്നു. ഇപ്പോൾ രാവിലെ നടത്തിയ തിരച്ചിലാണ് ഈ വിദ്യാർത്ഥിയുടെ അഭിരാജിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 2 പേരായിരുന്നു ഈ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്ന 2 പേരും സ്കൂളിലെ 10ാം ക്ലാസ് SGBH സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അഭിരാജും അനന്തും. അതിൽ അഭിരാജിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അനന്തുവിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കാവ്യ.